Yes, okay. Because yeah, you imagine like this. Today you will be lost in the legendary world of Lightstone. You know? ഇന്ന് വിയറ്റ്നാമിലെ നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഹെലോങ് വേയിലോട്ടേക്കാണ്. വിയറ്റ്നാത്തിൽ 3000-ഓളം ഐലൻഡ്സ് ഉണ്ട്. അതിൽ 2000-ഓളം ഐലൻഡ്സ് വരുന്നത് നമ്മൾ പോകുന്ന ഈ ഹെലോങ് ബേയിലാണ്. ഇന്ന് നമ്മുടെ സ്റ്റേ ക്രൂസിലാണ്. അപ്പം ഞങ്ങളിതാ പോർട്ടിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ക്രൂസിലോട്ടേക്കുള്ള ചെക്ക് ഇൻ ഏരിയ. അപ്പം നമ്മളിവിടെ വന്ന് ബാഗൊക്കെ വെച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു ബാക്കി ഗസ്റ്റുകളൊക്കെ വരാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ക്രൂസ് അമാൻഡ. ക്രൂസ് കയറുന്നതിൻ്റെ മുന്നേ കുറച്ച് സ്നാക്സ് കയ്യിൽ വാങ്ങിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തൊട്ടടുത്ത ഷോപ്പിൽ പോയിട്ട് നമ്മൾ മേടിക്കുകയാണ്. ഇതൊരു പാക്കേജ് ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നറൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിരുന്നു. ഇൻ കേസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ ഉള്ളിൽ ഭയങ്കര എക്സ്പെൻസീവാണ് ഡ്രിങ്ക്സിനൊക്കെ. അങ്ങനെ ഞങ്ങളിതാ ക്രൂസിലോട്ടേക്ക് കയറുകയാണ്. ഏകദേശം 1 മണി ആയിട്ടുണ്ട്. ഇവിടെ എന്തോ പാട്ടും മേളമൊക്കെ കഴിഞ്ഞതാണെന്ന് തോന്നുന്നു. കുറച്ച് ലേറ്റ് ആയിപ്പോയി ഞങ്ങൾ കയറാൻ. കയറി ചെല്ലുമ്പം തന്നെ നമ്മൾ കാണുന്നത് റിസപ്ഷൻ ഏരിയ ആണ്. ഇവിടെ നമ്മൾ ലഗേജസ് ഒക്കെ വെച്ചിട്ട് മുകളിലോട്ടേക്കാണ് പോയത്. അവിടെ ഒരു മീറ്റിംഗ് ഏരിയ ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് നമുക്ക് റൂം കീ ഒക്കെ തന്നത്. ഇതാണ് ഡൈനിങ് ഏരിയ. ഇവിടെ വെച്ചാണ് മീറ്റിംഗ്. ഇപ്പോൾ ക്രൂസിൻ്റെ മാനേജർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ് നമ്മുടെ ഈ 2 ദിവസത്തെ ക്രൂസ് ഐറ്റിനറി എന്താണ്, നമ്മൾ ഏതൊക്കെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതും പിന്നെ ഏതൊക്കെ പോയിന്റിലാണ് നമ്മൾ ഇറങ്ങുന്നതും എന്ന ഡീറ്റെയിൽ ആയിട്ട് മാപ്പിൽ കാണിച്ചു തരികയാണ്. It takes 1.5 hours from here to get there. So during your lunch, you enjoy the view to side. അങ്ങനെ ക്രൂസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് ചെക്ക് ഇൻ ചെയ്തു. റൂംസ് ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പക്ഷെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഇവിടുത്തെ വ്യൂ ആണ്. നമുക്ക് ബെഡിലിരുന്നുകൊണ്ട് കർട്ടനൊക്കെ നീക്കി നല്ല വ്യൂ എൻജോയ് ചെയ്യാം. അങ്ങനെ ലഞ്ച് കഴിക്കാൻ നമ്മൾ ഷിപ്പിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് വന്ന് ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട് നമുക്ക് കാണാം. സാലഡ്സും പിന്നെ കുറേ ബോയിൽഡ് ഐറ്റംസ് ഒക്കെയാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ സാധനങ്ങളൊക്കെ എടുത്ത് പിന്നെ കുറേ വെജിറ്റബിൾ സാലഡ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല ലഞ്ചായിരുന്നു. പിന്നെ സീ ഫുഡ് ഐറ്റംസാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. അപ്പോൾ അതെന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ലഞ്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഷിപ്പിൻ്റെ ഡെക്കിലേക്ക് പോയി. നല്ല തണുപ്പായിരുന്നു, നല്ല കാറ്റും നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നോക്കിയപ്പോൾ 15 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. കുറേ ലൈംസ്റ്റോൺ മലകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹെലോങ് ബേ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ എർത്തിൻ്റെ ടെക്ടോണിക് ആക്ടിവിറ്റീസും മഴയും സോയിൽ ഇറോഷനൊക്കെ കാരണം ഉണ്ടായി വന്ന കുറേ ഐലൻഡ്സാണ് ഹെലോങ് ബേ. ഹാലോങ് ബേ എന്നതിൻ്റെ അർത്ഥം ഡിസെൻഡിങ് ഡ്രാഗൺ എന്നാണ്. കാരണം പണ്ടത്തെ വിയറ്റ്നാമീസ് കഥകളിൽ വിയറ്റ്നാമീസ് ആൾക്കാരെ ഇൻവേഡേഴ്സിൻ്റെ അടുത്ത് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രാഗണും അതിൻ്റെ കുട്ടികളും വന്നിട്ട് ഇവരെയൊക്കെ രക്ഷിക്കും. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ കുറേ ഐലൻഡ്സ് ഹാലോങ് ബേ എന്ന് പേരിട്ടത്. അതുമാത്രമല്ല ആ ഡ്രാഗൺസ് സ്പ്ലിറ്റ് ചെയ്തത് ജ്വൽസാണ്. ആ ജ്വൽസാണ് കുറേ ഐലൻഡ്സ് ആയിട്ട് ഫോം ചെയ്തതെന്നും പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ക്രൂസിൽ നിന്ന് ഇറങ്ങി ബോട്ടിലോട്ട് കയറി. ഇനി നെക്സ്റ്റ് ലൊക്കേഷൻ ടീ ടോപ്പ് ഐലൻഡ്സ് ആണ്. ടീ ടോപ്പ് ഐലൻഡ്സിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. വേണമെങ്കിൽ സ്വിം ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് സ്റ്റെപ്പ് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലമുണ്ട് അവിടെ ഹാലോങ് ബേൻ്റെ ഏരിയൽ വ്യൂ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ സ്വിം ചെയ്യാനാണ് തീരുമാനിച്ചത്. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം.
അങ്ങനെ ഒരു 10 മിനിറ്റിൻ്റെ ബോട്ട് റൈഡിന് ശേഷം നമ്മൾ ടീ ടോപ്പ് ഐലൻഡ്സിലെത്തി. ഇനി ഇവിടെ കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാം. എന്നിട്ട് ഒരു 1 അവറിൽ തിരിച്ച് ബോട്ടിലെത്തണം. പോകുന്ന വഴിക്ക് ഏതോ പെണ്ണ് വന്ന് അർച്ചൻ്റെ കൂടെ സെൽഫി എടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ സ്വിം ചെയ്യാനുള്ള പ്ലാനിലാണ് ഇവിടെ എത്തിയത്. പക്ഷെ ഇവിടെ എത്തിയപ്പം സീൻ മാറി. എല്ലാവരും ജാക്കറ്റും കോട്ടൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ടീമിലുള്ള ആൾക്കാർ മാത്രം സ്വിം സൂട്ടും ട്രൗസറും തോർത്തും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ വെള്ളം അത്ര ക്രിസ്റ്റൽ ക്ലിയർ ഒന്നുമല്ല, ഒരു ഗ്രീനിഷ് കളറാണ്. പിന്നെ അടിയിൽ മൊത്തം പായലാണ്, നമുക്ക് ചവിട്ടുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. കുറച്ച് മുന്നോട്ട് ഒരു കയറ് വെച്ചിട്ടൊരു ലൈൻ ഇട്ടിട്ടുണ്ട്. അവിടം വരെ അധികം ആഴമില്ല, പക്ഷെ അതിന് ശേഷം കുറച്ച് ഡീപ്പ് ഏരിയ ആണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നീന്താൻ അറിയുന്നവർക്ക് പോവാം. പക്ഷെ എന്നാലും കുറച്ച് റിസ്ക് ആണ്, കാരണം ബോട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ സ്വിം ചെയ്യുന്നതാണ് സേഫ്. അങ്ങനെ നമ്മൾ ടീ ടോപ്പ് ഐലൻഡ്സിൽ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് പോകുന്നത് സൺസെറ്റ് കേവിലോട്ടാണ്. അതായത് സർപ്രൈസ് കേവ് എന്നും പറയും. Right here, we present for this. Even this is the place where has been recognized as a World Natural Heritage by UNESCO. Okay? Yeah. Okay, you try to go 100 footsteps. Let's be difficult for you. 104. Go. Huh? 100. 1901 ഫ്രഞ്ച് എക്സ്പ്ലോറേഴ്സാണ് ഈ കേവ് കണ്ടുപിടിച്ചത്. അവരിതിനെ വിളിച്ചത് കേവ് ഓഫ് സർപ്രൈസസ് എന്നാണ്. ഇത് വിയറ്റ്നാമീസ് ഭാഷയിലാണ് സൺസെറ്റ് കേവ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കുറേ ലൈം സ്റ്റോണിൻ്റെ ഫോർമേഷൻസ് കാണാം. ഇത് നാച്ചുറലി ഫോം ചെയ്ത ലൈം സ്റ്റോൺസ് ആണ് മൊത്തം. 1993 തൊട്ടിട്ടാണ് സൺസെറ്റ് കേവ് വിസിറ്റേഴ്സിനായിട്ട് ഓപ്പൺ ആയത്. ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടിയാണ്. ഈ കേവ് ഏകദേശം 10,000 സ്ക്വയർ മീറ്റർ ഉണ്ട്. ഇതിനകത്ത് ലൈം സ്റ്റോൺസ് നാച്ചുറലായിട്ട് ഓരോ ആനിമൽസിൻ്റെ ഷേപ്സിലൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അവർ ലേസറൊക്കെ വെച്ച് കാണിച്ചു തരികയാണ്. അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്രൂസിലോട്ട് തിരിച്ച് കയറുകയാണ്. ഇത് ക്രൂസിലൊരു ആക്ടിവിറ്റിയാണ്. സ്പ്രിംഗ് റോൾസ് ഉണ്ടാക്കാൻ നമുക്ക് പഠിപ്പിച്ചു തരും. അപ്പം എല്ലാവരും സ്പ്രിംഗ് റോൾസ് ഉണ്ടാക്കുകയാണ്.
ഡിന്നർ നമുക്ക് ഓൾറെഡി പ്രീസെറ്റ് ആയിട്ടുള്ള ഒരു മെനു ആയിരുന്നു. അപ്പം ഓരോ ഡിഷായിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കും. സ്റ്റാർട്ടേഴ്സ് തൊട്ടിട്ട് ഡെസേർട്ട് വരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇന്ന് നമ്മൾ വരുമ്പോൾ വുമൻസ് ഡേ ആയിരുന്നു. അപ്പം ക്രൂസിൽ ലേഡീസിനൊക്കെ ഓരോ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് വിയറ്റ്നാമിലുള്ള ഒരു എത്നിക് ഗ്രൂപ്പ്സിൻ്റെ കോസ്റ്റ്യൂംസ് ആണ്. അപ്പോൾ അവരെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരികയാണ്. അപ്പോൾ ഒരു വിയറ്റ്നാമീസ് പാട്ടിലൂടെ ഇന്നത്തെ കലാപരിപാടികൾ ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ അന്ന് നൈറ്റ് അവിടെ നല്ല അടിപൊളിയായിട്ട് അവസാനിച്ചു. ഡാൻസ് പാട്ടൊക്കെ ആയിട്ട് പൊളിയായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമുക്ക് കയാക്കിങ്ങിനാണ് പോകാനുള്ളത്. അപ്പം മോർണിംഗ് 7 മണിക്ക് റെഡി ആവണം. 7 മണിക്ക് നേരെ നമ്മൾ കയാക്കിങ്. കയാക്കിങ്ങിന് പറ്റിയൊരു സ്പോട്ടാണ് ലുവോൺ കേവ്. അപ്പോൾ ലുവോൺ കേവിലാണ് നെക്സ്റ്റ് വന്നത്. Be careful with your phone, okay? When you do kayak, many people lost their phone in here. ഇവിടെ 3 ടൈപ്പ് ബോട്ടുകളാണ് ഉള്ളത്. ഒന്ന് 8 പേർക്ക് പോകാൻ പറ്റുന്ന വലുത്, പിന്നെ 2 പേർക്ക് പോകാനുള്ളതും, പിന്നെ സിംഗിളായിട്ട് പോകാനുള്ളതും. നമുക്ക് സെൽഫായിട്ട് തുഴയാൻ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് 8 പേരുള്ള ബോട്ടിൽ പോകാം. അതിൻ്റെ അകത്ത് ഒരാളുണ്ടാവും തുഴയാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ക്രൂസിലെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഒരു ബ്രഞ്ച് കഴിച്ചിട്ടാണ് ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യുന്നത്.
അങ്ങനെ ഞങ്ങളുടെ ക്രൂസ് ഇവിടെ അവസാനിക്കുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലത്തെ വ്ളോഗ്സിനായി പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.